ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഈ പാർട്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മളെ ടെസമോക്കും ലൂണയ്ക്കും ഉള്ള ഈ എന്താ പറയുക പാർട്സുകളാണ്. ഷവർമ്മയ്ക്ക് വെട്ടുന്ന ചിക്കൻ്റെ ഈ പാർട്സുകളാണ്. അതായത് വെട്ടിക്കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കല് ചെത്തിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അതിന് ബാക്കി വരുന്ന പീസുകളാണ് ഇതൊക്കെ കേട്ടോ. കണ്ടോ, നല്ല പീസുകളൊക്കെ ഉണ്ട് ഇതിൽ. കഴുത്ത്, പിന്നെ ഇതിൽ നല്ല ഇറച്ചിയുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ കാണുന്ന പോലെയൊന്നുമല്ല, വീഡിയോ കാണുന്ന പോലെയല്ല, ഇറച്ചിയൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പം അതേപോലെ ഇത് ലിവറും പിന്നെ ഈ സാധനം എന്താ പറയുക സ്റ്റൊമക്ക്, ഈ സാധനങ്ങളും ഉണ്ട്. അപ്പം നമ്മളത് എടുത്ത് ഓരോ ദിവസത്തേക്കുള്ളത് നമ്മൾ ഓരോരോ പാത്രങ്ങളിലാക്കി വെക്കും. ഫ്രീസറിൽ വെക്കുമ്പം കട്ട പിടിക്കൂലേ, കട്ട പിടിച്ച് കഴിയുമ്പോൾ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ദിവസം എടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് കുറേ നമ്മൾ ഈ ഐസ് കട്ട ഉരുകിപ്പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊന്നും വേണ്ട. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഓരോരോ പാത്രങ്ങളിൽ ഇത് നമ്മൾ പാർസൽ വാങ്ങിക്കുന്ന കറി വാങ്ങിക്കുന്ന അപ്പോൾ കിട്ടുന്ന പാത്രം കേട്ടോ അത്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിൽ നമ്മൾ ഓരോ ദിവസത്തേക്കുള്ളത് നമ്മൾ ഇതിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പം ദിവസവും വേവിക്കാൻ നേരത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിലുള്ളത് എടുത്തിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. ഈ പാത്രമല്ല കേട്ടോ അടുപ്പത്ത് വെക്കേണ്ടത്. ഇതിൻ്റെ അകത്തുള്ള ഈ ചിക്കൻ്റെത് നമ്മൾ എടുത്തിട്ട് അകത്തേക്ക് വെക്കും. അപ്പം നമുക്കിതിലേക്ക് ആക്കി വെക്കാം. കുറച്ച് ഇങ്ങനത്തെ വെക്കും, കുറച്ച് ഇത്രയും വെക്കും, ഇറച്ചീൻ്റെ ഇത്രയും വെക്കും. എന്നിട്ട് അതിലേക്ക് ഒരെണ്ണം വെക്കും, 2 ലിവറും വെക്കും. ലിവർ ഞാൻ ഇങ്ങനത്തെ സംഭവം ഞാൻ ലൂണയ്ക്ക് കൊടുക്കാറില്ല. എന്താ വെച്ചാൽ ഇതിൽ എല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇതുവരെ കൊടുത്തില്ല അങ്ങനെ. അതുകൊണ്ട് ഇനി എല്ലാം ഞാൻ തൊണ്ടയിൽ കുടുങ്ങിയാൽ പോയില്ലേ, അതുകൊണ്ട് ഇത് ഞാൻ കൊടുക്കില്ല. ലിവർ മാത്രമേ ഇപ്പോൾ കൊടുക്കാറുള്ളൂ. ചോറ് കൊടുത്താൽ ഈ ലൂസ് മോഷൻ ആവുമെന്നൊക്കെ പറയുന്നത് കേട്ടു. അത് കാരണം അതുമല്ല, അത്ര ഇഷ്ടമല്ല ചോറ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയേ കൊടുക്കാറുള്ളൂ. അങ്ങനെ എന്നിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കും. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ചെയ്യണ്ടേ, അത് ചെയ്തിട്ട് എടുത്ത് വെക്കാം കേട്ടോ. വീണ്ടും നമ്മളിങ്ങനെ വെക്കും. അപ്പം നമ്മൾ മൂടിയൊക്കെ പിന്നെ ഇതിൽ സാധനങ്ങൾ നിറച്ചതിന് ശേഷം നമുക്ക് മൂടിയിടാം. ഇത് നമുക്കിപ്പം വേവിക്കാൻ വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് വെക്കാം. അപ്പം ഇതിൽ 2 ലിവർ 2 ബീഫ് നെയ്പ്പ് കേട്ടോ, 2 ലിവർ, പിന്നെ ഇങ്ങനത്തെ സാധനം സ്റ്റൊമക്ക്. ഇതിലും നമുക്ക് 2 ലിവർ ഇടാം. ഇതിൽ വെക്കാം. ഒരു പാത്രത്തിലേക്കില്ല, ആ പാത്രം മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇപ്പം കൊടുക്കാൻ, ഇപ്പം രാത്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേവിച്ച് കൊടുക്കാം. അപ്പം നമുക്കിതിൻ്റെയൊക്കെ മൂടി വെച്ചിട്ട് മഞ്ഞൾ ഇട്ടാൽ വലിയ അല്ലെങ്കിലും വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ ഇങ്ങനെ അതാക്കുന്ന സമയത്തിൻ്റെ മേലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വിതറി കൊടുത്താൽ ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട സ്മെല്ലൊന്നും ഉണ്ടാവില്ല.
എന്നിട്ട് നമുക്കത് ഫ്രീസറിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഫ്രീസറിൻ്റെ ഉള്ളിലേക്കൊന്നും നോക്കണ്ട കേട്ടോ ആരും. ഇത് ഞാൻ കുഞ്ഞമ്മത്തി വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഈ കുഞ്ഞമ്മത്തി എനിക്ക് കപ്പട്ട് വേവിക്കാൻ വേണ്ടി കേട്ടോ. അന്ന് ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തേങ്ങ ചിരവിയിട്ട് കുറച്ചട മാറ്റി വെച്ചതാണ്. ഭയങ്കര ഐസ് കട്ട കണ്ടോ. നിങ്ങളുടെയൊക്കെ ഫ്രിഡ്ജ് ഇങ്ങനെയാണോ? ഫ്രിഡ്ജ് എത്ര ഇതാക്കിയിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇടയ്ക്കിട്ടോ. പിന്നെ നമ്മൾ ഇതാക്കാറില്ല ഇപ്പോൾ. ഇതിനെയും കൂടി ഇതിലേക്ക് വെക്കണം. അപ്പം പിന്നെ ഇതും കൂടെ വെക്കണം. ഇത് വെച്ചില്ലെങ്കിൽ പിന്നെ തേങ്ങ ചീത്തയിൽ പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ വെക്കുന്നത് മിക്ക ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അതെനിക്കറിയില്ല. എന്തായാലും ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാത്തിനും ഒരു അപ്പം കൂട്ടുമ്പം കേൾക്കുന്നവർക്ക് ദേഷ്യം വരുന്നുണ്ടാവും. അപ്പം അപ്പം വേണ്ട, ഇപ്പം ആയിക്കോട്ടെ. അങ്ങനെ ഇപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ ഇനി താല്പര്യമില്ലാത്തവർ ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല ആരെയും. ഓക്കെ, ബായ്.